അതുപോലെ പയ്യോളിയിൽ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അതിൻ്റെ ഗർഡറുകളൊക്കെ അവിടെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പാലത്തിലുള്ള പില്ലറിൻ്റെ പൈലിംഗ് വർക്കുകളൊക്കെ ഏകദേശം അവിടെ തുടങ്ങാറായിട്ടുണ്ട്. അതിനുള്ള മുന്നോടിയായിട്ടുള്ള ക്ലീൻ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പയ്യോളി വരെ ഒന്ന് പോയി നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നമ്മൾ ഓയിൽ മില്ലിൻ്റെ ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണാം അണ്ടർപാസ്. അതിൻ്റെ പകുതി വർക്കുകൾ മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പിച്ചുള്ള ആറിവാളിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിക്കുകയാണ്. അതുപോലെ ആ ഏരിയയിൽ സർവീസ് സോണിൻ്റെ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റിൽ ഇനി സർവീസ് സോണിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതോടെ ഈ മെയിൻ റോഡ് ക്ലോസ് ചെയ്ത് അണ്ടർപാസ് വീണ്ടും വലുതാക്കി മെയിൻ സ്ലാബ് വാർപ്പുകളൊക്കെ പൂർത്തീകരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസ് കഴിഞ്ഞാലുടൻ റോഡിൻ്റെ ഇരുവശത്തും 45 മീറ്റർ സ്ഥലം എടുത്തതിന് ശേഷമുള്ള കോൺക്രീറ്റ് വാൾ, വലിയ കോൺക്രീറ്റ് വാൾ ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ കൾവർട്ടിൻ്റെ പണി നടക്കുന്നത്. ഏകദേശം 3/4 ഭാഗത്തോളം അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് പണി നടക്കാനുള്ളത്. സർവീസ് റോഡിന് ഇരുവശത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതോടെ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് ബാക്കി വരുന്ന കൾവർട്ട് പണികളും പൂർത്തീകരിക്കും. വളരെ വേഗതയിലാണ് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം. എത്താനുള്ളത് മാങ്കൂപ്പാറയിലാണ്. അപ്പോൾ അവിടുത്തെ വർക്കുകളൊക്കെ കാണാം. പോയി നോക്കുക. ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു. ഇവിടെ ഇപ്പോൾ പാറൊക്കെ പൊട്ടിച്ച് ചവിടിയും പാറയൊക്കെ മിക്സായിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉപയോഗിച്ച് കംപ്രസർ ഉപയോഗിച്ചതൊക്കെ പൊട്ടിച്ച് മാറ്റി ആറുപരിപ്പാതൊക്കെ ലെവലാക്കിയ ഏരിയ ഒക്കെ നമ്മൾ കാണുന്നത്. ഇനി മാങ്കൂപ്പാറ മുതൽ പയ്യോളി വരെ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്കുകൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കഴിഞ്ഞ ഏരിയയിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ സർവീസ് റോഡ് വർക്കുകളും സൈഡ് കോൺക്രീറ്റ് വാൾ ഡ്രെയിനേജ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വാഗാർഡിൻ്റെ കിടിലം വർക്ക് നടന്ന ഏരിയയിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത്. ഇരിങ്ങൽ, നമുക്കറിയാം ഈ ഭാഗത്ത് ഇരിങ്ങലെത്തുമ്പോൾ ആ ഏരിയയിൽ ഒരു അണ്ടർപാസിന് വേണ്ടിയുള്ള പ്രക്ഷോഭ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കാണുന്നില്ല. ഏതായാലും നമ്മളത് പോയി കടന്ന് ഇരിങ്ങൽ അയിനിക്കോട് ആ ഭാഗത്തെ വർക്കുകളൊക്കെ ഈ വീട് കാണിക്കുന്നത്. പോയി നോക്കാം. അതുപോലെ ഈ ആറുവരിപ്പാതക്ക് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയിലെ ബാരിയറിൻ്റെ വർക്ക് ചിലയിടങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ ഏരിയയിലെ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അതുപോലെ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ വർക്ക് നടക്കാം കേട്ടോ. അപ്പോൾ വർക്കുകളൊക്കെ കുറഞ്ഞ നേരം ഇവിടുത്തെ ഒന്ന് കാണിച്ചിട്ട് പോകട്ടോ.
ഈ ഏരിയയിൽ 2 കൾവർട്ടിൻ്റെ ഇവിടെ ഒന്നും, അതുപോലെ അതിൻ്റെ സൈഡ് കോൺക്രീറ്റ് വാൾ, അതിനുവേണ്ടി ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു കൾവർട്ടിന് വർക്ക് നടക്കുന്നുണ്ട്. അതും കണ്ട് നമ്മൾ ഇരിങ്ങൽ ഭാഗത്തേക്ക് പോകാം. ഇവിടെ 6 വരിപ്പാതക്ക് 2 സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ആദ്യ കൾവർട്ടിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ അതുവഴി തിരിച്ചു വിട്ടതിന് ശേഷം സെൻട്രൽ ഭാഗത്തെ കൾവർട്ടിൻ്റെ വർക്ക് കണ്ടില്ലെങ്കിൽ മെയിൻ റോഡിൻ്റെ 6 വരിപ്പാതയുടെ കൾവർട്ടിൻ്റെ വർക്കാണ്. അതുപോലെ ഉള്ളത്തിന് കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക്. അപ്പോൾ അതും കണ്ട് നമുക്ക് ഏരിയയിലേക്ക് പോകാം. അതുപോലെ 6 വരിപ്പാതൻ്റെ ടാറിംഗ് വർക്ക് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വളരെ കഴിഞ്ഞ ഏരിയ കണ്ട് ഫസ്റ്റും സെക്കൻഡൊക്കെ ആയിട്ടുള്ളത് രീതിയിലുള്ള വർക്കാട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വടകര മുതൽ ഈ ഏരിയയിലൊക്കെ കഴിയുന്ന പരമാവധിയുള്ള വളവുകളും തിരിവുകളൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ട് റോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ വർക്ക് നടക്കുക കേട്ടോ. അപ്പോൾ അതിപ്പോൾ മണ്ണിട്ട് ഇതിൻ്റെ ബോക്സ് മെയിൻ സ്ലാബ് വാർപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു, ഇനി മണ്ണിട്ട് മൂടുന്ന വർക്കുകളാണ് നടക്കുക. ഇപ്പോൾ സർവീസ് കൊണ്ട് അല്ലെങ്കിൽ 2 ഭാഗത്തും ഇതുപോലെ ടാറിങ് നല്ല ഫിനിഷിങ്ങിൽ സർവീസ് കൊണ്ടിൻ്റെ ടാറിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ടും ആ ഏരിയയിലെ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇരിങ്ങൽ പ്രദേശത്ത് ഒരു അണ്ടർപാസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. അടുത്ത് നമ്മൾ ഈ റോഡിൻ്റെ വീട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രക്ഷോഭ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ ആ ഭാഗത്ത് ചിലയിടങ്ങളിൽ അണ്ടർപാസ് അനുവദിച്ചതുമുണ്ട്. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ആൾതാമസം ആളുകളൊക്കെ ഉള്ള പ്രദേശമാകുമ്പോൾ ചർച്ചുകൾ, പള്ളി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ മേഖല നോക്കിയിട്ട് പരിഗണിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് വന്ന ഏരിയകളും കേട്ടോ. ഇവിടെ ഇതുവരെ അതിനെപ്പറ്റിയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ സർവീസുകൾ കടന്ന് ആ ഏരിയയിലൂടെ എവിടെയാണോ നമുക്ക് കടന്ന് പോകാൻ പറ്റിയ അണ്ടർപാസ് ഇട്ടുണ്ട് അതുവഴി കടന്ന് നമുക്ക് തിരിച്ചേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ മേഖലയുള്ളവർക്ക് അതൊരു വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് അണ്ടർപാസുകൾ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ പ്രക്ഷോഭങ്ങൾ പലയിടത്തും നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഈ ഭാഗത്തും അങ്ങനെ ഇതുവരെ അതിനെപ്പറ്റിയൊന്നും നമ്മൾ കണ്ടില്ല. ഏകദേശം ഇപ്പോൾ ഞാൻ അയിനിക്കാട് ആ ഭാഗത്താണ് എത്താനുള്ളത്. ഇവിടം വരെ നമ്മളിപ്പോൾ 6 വരിപ്പാത ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ കൂടെ കടന്നു വരുന്നത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ച് വരുന്നുണ്ടോ. ചിലയിടങ്ങളിൽ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകാനുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ക്രാഷ് ബാരിയറുടെ അല്ലേ കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യാനുണ്ട്. സെൻട്രൽ ഡിവൈഡറുള്ള കമ്പി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോയ ഏരിയ ഒക്കെ നമുക്ക് കാണാം മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ നല്ല രീതിയിലാണ് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അയിനിക്കാട് ഭാഗത്തെ വർക്കുകളൊക്കെ കാണാം, പോയി നോക്കാം. ഇപ്പോഴത്തെ ഈ 6 വരിപ്പാതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ സർവീസ് റോഡിന് ഒരു പക്ഷേ ഏറ്റക്കുറച്ചിലുണ്ടാകും. ആ ഭാഗത്തെ പ്രദേശത്തിനനുസരിച്ചായിരിക്കും സർവീസ് റോഡുകൾ. 6 വരിപ്പാത വളരെ ക്ലിയർ ആട്ടോ. താഴ്ന്ന പ്രദേശമാണെങ്കിൽ ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തും, ഉയർന്ന പ്രദേശമാണ് മണ്ണെടുത്ത് മാറ്റി ലെവൽ ചെയ്തും. ശരി, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ദൂരേക്ക് നോക്കി ലെവലായി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് സർവീസ് റോഡ് പക്ഷേ താഴ്ചയിലേക്ക് ഇപ്പോൾ ബസ് പോകുന്ന ഏരിയ കാണാം, പകുതിയോളം ബസ്സിൻ്റെ ഭാഗം നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗം താഴ്ന്ന് എടുക്കുകയാണ്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗം ഒരു പലയിടത്തും പല ഹൈറ്റിലായിരിക്കും, പല താഴ്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാകും. മെയിൻ റോഡ് 6 വരിപ്പാത വളരെ ക്ലിയർ ആയിരിക്കും കേട്ടോ. വളരെ ക്ലിയർ പറഞ്ഞാൽ ഒരു ഏറ്റക്കുറച്ചില്ലാതെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ റോഡ് പോകാൻ. ഇപ്പോൾ ഈ ഭാഗത്ത് കൾവർട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതൽ വളവുള്ള ഏരിയയിൽ ചിലയിടങ്ങളിലൊക്കെ വളവ് റോഡിനുണ്ട് കേട്ടോ, ഇല്ല നമ്മൾ പറയുന്നില്ല. കാരണം ആ ഭാഗത്ത് അത് നിവർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം ഒന്നുകിൽ ബിൽഡിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മസ്ജിദ് ഖബർസ്ഥാനുകളൊക്കെ ഉള്ളതുകൊണ്ട് കഴിയുന്ന പരമാവധിയൊക്കെ വളവ് നിർത്തിയിട്ടാണ് അങ്ങനത്തെ മേഖലയിൽ കടന്നു പോകാറ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കണ്ടില്ലേ നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് റോഡ്. അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം, വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ അയിനിക്കാട് പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഏരിയയിലെ വർക്കുകളും പയ്യോളി വരെയുള്ള വർക്കുകളാണ്. പയ്യോളി ഫ്ലൈ ഓവറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം എത്തി എന്നുള്ളതൊക്കെ നമുക്ക് അവിടുത്തെ നിങ്ങളെ കാണിക്കാം, പോയി നോക്കാം.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ അയിനിക്കാട് ജുമാഅത്ത് പള്ളി, അതായത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആ പള്ളിൻ്റെ ആ ഏരിയ വരെ 2 6 വരിപ്പാത ടാറിങ് വർക്ക് കഴിഞ്ഞു. 2 സൈഡിലെ സൈഡ് കോൺക്രീറ്റ് വേണ്ട വർക്കുകൾ, ഷീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത്, ഡിവൈഡറിനുള്ള ഉണ്ടല്ലേ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് പരിക്ക് വെച്ച് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഭാഗത്ത്, ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടാറിങ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ ഇതായിരിക്കും കേട്ടോ. അത്രയ്ക്ക് രീതിയിലാണ് ഇവിടുത്തെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ 2 കൾവർട്ടിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. അതും കണ്ട് നമുക്ക് പയ്യോളിയിലാണ്. പിന്നെ ഫ്ലൈ ഓവർ, അതിൻ്റെ വർക്കുകൾ എത്രത്തോളം എത്തി എന്നുള്ളതൊക്കെ, എത്ര ഗർഡറുകളൊക്കെ കോൺക്രീറ്റിൽ വെച്ചിട്ടൊക്കെ നമുക്ക് കാണാം. പോയി കേട്ടോ. റോഡിൻ്റെ റൈറ്റ് സൈഡ് വാൾ നല്ല വായിട്ടുണ്ട് കേട്ടോ. ഡിവൈഡറിൻ്റെ നല്ല നീളത്തിൽ നല്ല ഫിനിഷിൽ കണ്ണെത്താ ദൂരത്താണ് നമുക്ക് റോഡ് കാണുന്നത്. നോക്കിയാൽ ദൂരേക്ക്. അപ്പം അത്രയും ക്ലിയറായിട്ട് നമ്മുടെ ദേശീയപാതയുടെ റോഡ് ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പയ്യോളിലെത്തിയിട്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. പോയി നോക്കാം. റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ ഓൾസൊക്കെ ലെവൽ ചെയ്യുന്നുണ്ട്. ആ ഏരിയയിലെ വർക്ക് കുറഞ്ഞ നേരം കണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് സെൻട്രൽ ഭാഗത്ത് കമ്പി വരുന്നത് ഇടാം. ഈ ഭാഗത്തൊക്കെ ഒരുപാട് കോൺക്രീറ്റ് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഷീറ്റ് കാര്യങ്ങൾ ആ ഭാഗത്ത് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അടുത്ത ഏരിയയിൽ പോയി നോക്കാം. ലാസ്റ്റ് ഏരിയയിൽ ഒരു കളവർട്ടിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കളവർട്ടിൻ്റെ വർക്ക് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ മാങ്കൂപ്പാറ അവിടെ നിന്ന് ഇങ്ങോട്ട് മെയിൻ റോഡ് 6 വരിപ്പാതിൻ്റെ വർക്ക് നടന്ന ടാറിങ് വർക്ക് കഴിഞ്ഞ ഏരിയ കടന്നു വന്നപ്പോൾ 5-8 സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ കളവർട്ടിൻ്റെ വർക്ക് ഉണ്ട്. അതൊക്കെ സെൻറ്ററിൽ ചാല് കീറിയിട്ടിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് മണ്ണിട്ട് പോകുന്ന ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് കണ്ടത്. അത് കണ്ടത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യമായിട്ട് കളവർട്ടിൻ്റെ വർക്കുകളൊന്നുമില്ല. കളവർട്ടിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിക്കുന്നിടത്ത് ഇപ്പോൾ ടാറിങ് വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കുറവുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം മണ്ണിട്ട് ഉയർത്തി ആ മെറ്റലൊക്കെ പ്രസ് ചെയ്ത് ടാറിങ് സെറ്റായി കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇനിയൊരു കോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അതോടെ ഫിനിഷിങ് വർക്കിലേക്കായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ കാണുക. ഇവിടെ ബാരിയർ ഉണ്ടെങ്കിൽ കോൺക്രീറ്റിന് വേണ്ടി സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ. നമ്മൾ മൂരാട് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ട് ഓയിൽ മില്ല് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് മാങ്കൂപ്പാറ അവിടെ നിന്ന് തുടങ്ങിയതാണ് 6 വരിപ്പാതയുടെ ടാറിങ് വർക്ക് കഴിഞ്ഞ ഏരിയ. നമ്മൾ പയ്യോളത്തിന് മുമ്പായിട്ട് ഫ്ലൈ ഓവറുള്ള ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് വെച്ച ഏരിയയായിട്ടാണ് കാണുന്നത്. ഇഷ്ടംപോലെ ഗർഡറുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പയ്യോളിയിലെ പണി തുടർന്ന് പില്ലർ ഉയർന്ന് ഇനി പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് വേണം ഈ ഗർഡറൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്ത് എത്താൻ. ഈ ഏരിയയിലാണ് അതൊക്കെ വെച്ചിട്ടുള്ളത്.
നമ്മൾ പയ്യോളിയിലെത്തി. ഇവിടെയാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. മൂരാട് ബ്രിഡ്ജിൻ്റെ അവിടെ തുടങ്ങി പയ്യോളി വരെ. അപ്പോൾ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പയ്യോളി അങ്ങാടിക്ക് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഫ്ലൈ ഓവറാണ് വരുന്നത്. ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. പൈലിങ്ങിൻ്റെ വർക്കുകൾ തന്നെ തുടങ്ങിയിട്ടില്ല. ഗർഡറുകളൊക്കെ അവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ കണ്ടു. ഇനി ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കുറഞ്ഞ ഭാഗം കൂടി ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ ബാരിയർ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പയ്യോളി അങ്ങാടി മൊത്തം ടൗൺ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ലാസ്റ്റ് പയ്യോളി അങ്ങാടി കഴിഞ്ഞ് ആ ഏരിയയിൽ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ വർക്കുകൾ കണ്ടൻ്റായ ഇതില്ലെങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകൾ പല വിദേശത്തും മറ്റു മേഖലയിലൊക്കെ പോയവരുണ്ടാവില്ല. അപ്പോൾ നാടറിയാനും വേണ്ടി നാട് കാണാനും വേണ്ടിയുള്ള ആഗ്രഹമുണ്ടാവും. അപ്പോൾ എല്ലാ മേഖലയും ഞാൻ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഒരു ഭാഗവും വിട്ടിട്ടില്ല. നമ്മൾ മൂരാട് പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വർക്ക് നടക്കുന്നതും വർക്ക് നടക്കാത്തതുമായ എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചത് ലാസ്റ്റ് വരെ പയ്യോളി വരെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത വരവിൽ ഈ ഭാഗത്തെ പാലത്തിലുള്ള പില്ലറൊക്കെ ഉയർന്ന് പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ സെറ്റായി ഗർഡർ സ്ഥാപിച്ച് മൂരാട് പാലത്തെ പോലെ ഗർഡറുകൾ സ്ഥാപിച്ച രീതിയിലേക്ക് ആയിരിക്കട്ടോ. അത്രയും വേഗതയിൽ നമ്മൾ വർക്ക് നടക്കുന്നത്. കാരണം 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് ഈ മേഖല വർക്ക് നടക്കുന്നത് ഇവിടുത്തെ മാത്രമോ ഈ പയ്യോളിയിലെ പാലത്തിൻ്റെ വർക്കുകളാണ്. കാരണം ഗർഡറുകൾ അവിടെ സ്ഥാപിച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ ആ വർക്കുകളൊക്കെ ഉണ്ടാവട്ടോ. അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണിക്കാറ് അതായിരിക്കും. പെട്ടെന്ന് പണി പൂർത്തീകരിക്കും വിചാരിക്കുന്നു. ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വർക്ക് ഏത് മേഖല വർക്കില്ലാത്തതും വർക്കുള്ളതുമായിട്ടുള്ള എല്ലാ വീഡിയോ ഉൾക്കൊള്ളിച്ച് ഞാൻ വീണ്ടും കാണിക്കും. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷയോടെ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.